ദൈവത്തിന് മഹത്വം. നല്ല വചനം പേജിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ നിയമത്തിലെ ബൈബിൾ വചനങ്ങളിൽ കൂടിയുള്ള രക്ഷാ നഷ്ട സാധ്യത വചനങ്ങൾ, അതാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന മരുഭൂമിയിൽ വെച്ച് പട്ടുപോയ ജനത്തെ സംബന്ധിച്ചാണ്. ഈ വേദഭാഗം വായിക്കുമ്പോൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ എത്തിയ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വീണുപോയത് നമുക്ക് ദൃഷ്ടാന്തമായിരുന്നു എന്ന് പറയുന്നതിനാൽ നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മീയ ആഹാരവും ആത്മീയ പാനീയവും കഴിച്ച ശേഷവും നമ്മുടെ ആത്മരക്ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കണം, എല്ലാവരും പെസഹയാലും ചോരത്തെളിയാലും അവര് ശുദ്ധീകരണം പ്രാപിച്ച് ചെങ്കടൽ കടന്ന് മോശയോട് ചേർന്ന് മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തു. എന്നാൽ അങ്ങനെ യാത്ര ചെയ്ത അവര് വാസ്തവത്തില് മരുഭൂമിയിൽ വെച്ച് പട്ടുപോയി. മരുഭൂമിയിൽ വെച്ച് അങ്ങനെ പട്ടുപോയെങ്കിൽ അതിന്റെ കാരണം എന്താണ്, അല്ലെ എന്തുകൊണ്ട് അവർ പട്ടുപോയി എന്നുള്ള വിഷയമാണ് നമ്മൾ ഇവിടെ ചിന്തിക്കാൻ പോകുന്നത്. ഇവിടെ വാസ്തവത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം പെസഹയും ചോരത്തൊളിയും ആചരിച്ചവരും സംഹാര ദൂതത്തിൽ നിന്ന്, അതായത് സംഹാര ദൂതന്റെ സംഹാരത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്രാപിച്ചവരുമാണ്. അങ്ങനെയുള്ള ആളുകൾ വാസ്തവത്തില് മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ആത്മരക്ഷ നഷ്ടപ്പെടുക തന്നെ എന്നാണ് പലരും വ്യാഖ്യാനിക്കുന്നത്. ഇതിന് നമ്മൾ പറയാനുള്ള മറുപടി 6 ലക്ഷം ഇസ്രായേലിയരുടെ മരണം എന്ന ഭാഗം ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചപ്പോൾ വിശദമായി ഞാൻ പറഞ്ഞതാണ്. എങ്കിലും അനുവാചകരുടെ അല്ലെങ്കിൽ കേൾവിക്കാരുടെ സംശയ ദൂരീകരണത്തിനായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ വിഷയം ജീവിത ഓട്ടത്തിന്റെ വിജയമാണ്. ക്രിസ്തീയ ജീവിതം ഓടി രക്ഷ പ്രാപിക്കാനുള്ള ഒന്നാണ്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്നവൻ ഒരുവൻ മാത്രമല്ലയോ, ആകയാൽ നിങ്ങളും ബിരുദ പ്രാപിപ്പാൻ ഓടുവീൻ എന്നാണ് വാസ്തവത്തിൽ കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നത്. ഇവിടെ പറയുന്ന കാര്യവും അത് തന്നെയാണ്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം വിശ്വാസത്തിന്റെ നാൾവഴിയിലൂടെ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത് വാഗ്ദത്ത ദേശമായ കനാനിൽ എത്തിച്ചേരുന്നതുവരെ അവരുടെ ജീവിതം വിജയകരമായി മുൻപോട്ട് നയിക്കേണ്ടത് ആവശ്യമായിരുന്നു. ഉന്നത ക്രിസ്തീയ ജീവിതത്തിലെത്താതെ സാമാന്യ ജീവിതത്തിൽ വെച്ച് അവസാനിക്കുന്ന വിശ്വാസികൾക്ക് ദൃഷ്ടാന്തമാണ് ഇവിടെ പറയപ്പെടുന്ന ഈ വിഷയം. അവരാരും നരകത്തിൽ ചെന്നതായി ഈ വേദഭാഗത്തൊന്നും പറഞ്ഞിട്ടില്ല. അവർ മരുഭൂമിയിൽ വെച്ച് പട്ടുപോയി. നമ്മൾ ചിന്തിക്കുന്ന പോലെ രക്ഷയ്ക്ക് 3 ഘട്ടങ്ങളാണുള്ളത്: ദേഹരക്ഷ, ദേഹരക്ഷ, ആത്മരക്ഷ. ദേഹരക്ഷ ഇനിയും പ്രാപിക്കുവാനുള്ളതാണ്, ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം. ദേഹരക്ഷ ഇപ്പോൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആത്മരക്ഷ നാം പ്രാപിച്ച് കഴിഞ്ഞതാണ്. ഇവിടെ എന്താണ് അപ്പോസ്തലൻ പറയുന്നത് നോക്കണം. അവർ മോഹിച്ചതുപോലെ നാം ദുർമോഹികൾ ആകരുത്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഈ ജനം അവർ മോഹപരവശരായി ദുർമോഹികളായി തീർന്നു. അവരിൽ ചിലരെ പോലെ നാം വിഗ്രഹാരാധികൾ ആകരുത്. അവർ ദുർമോഹികളായി, വിഗ്രഹങ്ങളായി. അവർ പരസംഗം ചെയ്തതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവർ കർത്താവിനെ പരീക്ഷിച്ച പോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. ഈ വിധത്തിൽ തെറ്റി പോകാതിരിക്കുന്നതിനുള്ള ബുദ്ധി ഉപദേശമായിട്ടാണ് ഇവിടെ പറയുന്നത്.
അവരെല്ലാവരും ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ എത്തിയെങ്കിലും മരുഭൂമിയിൽ വെച്ച് പട്ടുപോയി എന്ന് അപ്പോസ്തലൻ പറയുന്നു. ഇവിടെ ജീവിതം നഷ്ടമാകുന്നു. ജീവിതരക്ഷ കിട്ടിയത് സാരം. ആത്മരക്ഷ പ്രാപിച്ച വിശ്വാസി ജീവിതരക്ഷയും കൂടെ പ്രാപിച്ചു വേണം തന്റെ ജീവിതത്തിൽ വിജയകരമായി ഓടി പര്യവസാനിക്കുവാൻ. പക്ഷേ ഇവർക്ക് പരസംഗം ചെയ്തുകൊണ്ട്, ഭർത്താവിനെ പരീക്ഷിച്ചുകൊണ്ട്, ആ വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞതുകൊണ്ട്, ദുർമോഹികളായി തീർന്നതുകൊണ്ട് ആ നിലയിലുള്ള ഒരു പരിരക്ഷ അല്ലെങ്കിൽ ജീവരക്ഷ പ്രാപിപ്പാൻ അവർക്ക് സാധിച്ചില്ല. അവരെല്ലാവരും ലക്ഷ്യത്തിലെത്തും മുമ്പ്, അതായത് ആത്മീയ ജീവിതത്തിന്റെ ഉന്നതമായ അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് അവരുടെ ജീവരക്ഷ നഷ്ടമായി പോയി. പ്രിയമുള്ളവരെ, നമ്മള് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് രക്ഷിക്കപ്പെട്ട സകല പ്രയത്നവും ചെയ്ത് സ്വർഗ്ഗത്തിൽ ചെല്ലാനല്ല, രക്ഷിക്കപ്പെട്ട് ജീവിത വിശുദ്ധി പാലിച്ച് ജീവിതത്തിന്റെ ഓട്ടം ഓടി തികച്ച് ദൈവസ്ഥനിൽ എത്തിച്ചേരുവാനാണ്. അതിനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ വലിയ ദൗത്യം നമ്മള് മുൻപിൽ കണ്ടുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഓട്ടം സ്ഥിരതയോടെ മുമ്പോട്ട് ഓടണം. സകല പാപവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചുള്ള ഓട്ടം സ്ഥിരതയോടെ ഓടുവാനുള്ള ആഹ്വാനവും എബ്രായ ലേഖന കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ബന്ധത്തിലാണ് നമ്മൾ ഈ വിഷയത്തെ വിശകലനം ചെയ്യുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. പ്രിയപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ഭാഗം കൃത്യമായി മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മരുഭൂമിയിൽ വെച്ച് പട്ടുപോയവർക്ക് അവർ 80-90 വയസ്സ് വരെ ജീവിച്ചിരിക്കാനുള്ള അവസരമാണ് ഉണ്ടായിരുന്നെങ്കിൽ ആ അവസരം പാഴായിപ്പോയി. അതേസമയത്ത് അവരാരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല ആത്മരക്ഷയുള്ള ബോധത്തിൽ. അതിന് ഉദാഹരണമാണ് മരുഭൂമിയിൽ വെച്ച് പട്ടുപോയവനാണ് മോശെ. പക്ഷേ മത്തായി 17 മറൂമലയിലെ രൂപാന്തര വേളയിൽ മോശയെ നമുക്ക് വീണ്ടും കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഇത് ആത്മരക്ഷാ നഷ്ടമാണെന്ന് തെറ്റായി വ്യാഖ്യാനിക്കുന്ന ആളുകളുടെ തെറ്റായ വ്യാഖ്യാന വശത്തെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു.